വിട്ടുപോയ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരും. ഇൻഷാല്ലാ എൻ്റെ അമീറാണ് സൈൽ ഉസ്താദിനെ ഞാൻ മൂപ്പരെ മുന്നിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അത് അതിൻ്റെ ഒരു ശരിയാണ്. ബഹുമാനികളെ, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പർവ്വതമാണ്, എല്ലാവരും കേട്ടോളെ, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പർവ്വതമാണ് ജബലുർ റുമാത്ത് എന്ന് പറയുന്ന പർവ്വതം. അള്ളാഹിന്റെ റസൂല് ഉഹദ് യുദ്ധത്തിലേക്ക് സൈന്യത്തെ സമയത്ത് 50 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അമ്പയത്തില് വിദഗ്ധരായ 50 പേരെ ഈ കുന്നിന്റെ മുകളിൽ നിർത്താൻ പോവില്ല. ഇതാണ് ജബലുർ റുമാത്ത്. ജബലുർ റുമാത്ത് എന്ന് പറയുന്ന പർവ്വതമാണ് ഈ കാണുന്നത്. ഇതിന്റെ മുകളിലായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹംസത്തുൽ കറാർ തങ്ങളിൽ ഒരുപാട് സഹാബിമാരും നിർത്തിയത്. റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അവരോട് പറഞ്ഞു, സഹാബാക്കളോട് അതിന്റെ മുകളിൽ നിന്നാ പറഞ്ഞു റസൂലുള്ളാഹി. അങ്ങനെ എന്തായിട്ട് ശത്രുക്കളൊക്കെ വന്നു. അങ്ങനെ ചെറിയൊരു യുദ്ധം ഉണ്ടായില്ലേ. അമ്പയത്തില് വിദഗ്ധരായ 50 പേരെ തെരഞ്ഞെടുത്ത് മുസബിന് ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തെ അവിടെ നിർത്തി. പക്ഷേ അപ്പൊ ശത്രുക്കൾ എന്ത് ചെയ്തു, ഇവിടുന്ന് മുസ്ലിങ്ങൾ അമ്പെയ്തപ്പോ ശത്രുക്കളൊക്കെ പിന്തിരിഞ്ഞോടി ആ ഭാഗത്തിലൂടെ. പക്ഷെ അവിടുത്തെ ഗനീമത്ത് മുതലിൽ ഇങ്ങനെ വാരിക്കൂട്ടാണ്. ഇത് മുസ്ലിങ്ങൾ കണ്ടു. മുസ്ലിങ്ങൾ അവിടുന്ന് ഇറങ്ങി എന്ത് മുസബിൻ ഉമർ അത് പറഞ്ഞു, നബി വിളിക്കുന്നത് വരെ ഇറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അമീറിന്റെ വാക്ക്, അവിടുത്തെ നേതാവിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിയത് കാരണം അതിന്റെ മുകളിൽ ആകെ 10-14 പേരുണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഇറങ്ങിയ ഗനീമത്ത് മുതലെടുക്കുന്നു. ശത്രുക്കൾ നേരെ ആ മലയുടെ ബേക്കിലൂടെ കയറി അവിടെയുള്ള 14 സഹാബികളെ കൊലപ്പെടുത്തി. എന്നിട്ട് പിന്നെ അവിടുന്ന് അമ്പെയ്ത്ത് ഇവിടെ അല്ലേ എല്ലാ മുസ്ലിങ്ങളെയും അമ്പുകൊണ്ടും അതുപോലെ തന്നെ അള്ളാന്റെ ഹബീബ് വസല്ലം കിടക്കുന്ന റസൂലുള്ള അതിന്റെ മലയുടെ ഒരു മുകളിലായിരുന്നു ഒളിച്ചിരുന്നത്. റസൂലുള്ളാഹിക്ക് കാലിന് മുറിവ് പറ്റി, ചുണ്ട് പൊട്ടി, മുൻപല്ല് പൊട്ടി. അതൊക്കെ അക്രമം ഉണ്ടാകാൻ കാരണം ഇവരിവിടുന്ന് ഇറങ്ങിയത് കാരണമായിരുന്നു. അപ്പോൾ നമ്മളൊരാള് എന്ത് നേതൃത്വം നൽകുന്ന ആളാണെങ്കിൽ അയാൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണമെന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അതുപോലെ കാണുന്നതാണ് ഉഹദ് പർവ്വതം. ജബലുർ റുമാത്ത് എന്ന ചെറിയ കുന്നാണ്. കയറാൻ വഴിക്കുന്ന ആളുകൾ മാത്രം അതിന്റെ മുകളിൽ കയറി വരിക. അല്ലാഹു തആല നമ്മുടെ ഇതില് ധാരാളം ആളുകള് നൂറെ ഹബീബെ കുടുംബങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന് കയറാൻ അല്ലാഹു ഇതുപോലെ നിങ്ങളൊക്കെ കേട്ടതാണ് ഇതൊക്കെ. നിങ്ങൾ ഇവിടെ എത്താൻ കാരണം ഈ സലാത്തുൽ ഫാത്തി ചൊല്ലിയതും ഈ ഹബീബിനെ സ്നേഹിച്ചതും ഹംസത്തുൽ കറാറിനെ സ്നേഹിച്ചതും ആമീ പറഞ്ഞത് കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഇതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയുടെ ഫളൽ കൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തി. ഇനി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. വേണ്ടല്ലോ കയറണ്ടല്ലോ, വേണ്ടല്ലോ കയറണമെങ്കിൽ ബാക്ക് കയറി വരും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു മല ഇങ്ങനെ അറ്റത്ത് തന്നെയാണ്. കയറാത്തോണ്ട് പോയിട്ട് വരും. കയറൂല, വല്ലത്തേക്ക് ചായ കൊടുക്കും. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ഈ കെട്ടാണിതുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഇവിടെയൊക്കെ വരാനും നമുക്ക് ഈ പള്ളിയാണ് മസ്ജിദ് ശുഹദാ എന്ന് പറയുന്ന പള്ളി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാണ് ഈ കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതിന്റെ അമ്പയത്തിൽ നിർത്തി 50 പേരെ തെരഞ്ഞെടുത്ത് നിർത്തിയ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയൊക്കെ വന്ന് കാണാൻ നമുക്കൊക്കെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഓൺലൈനിലൂടെ ധാരാളം പേര് ഈ മജ്ലിസ് കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, അവർക്കൊക്കെ ഇവിടെ വരാനും അതുപോലെ അത് കാണാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത് നിർത്തി 50 പേര് നിന്നിരുന്ന പർവ്വതമാണ് ഈ കാണുന്നത്. ഞാനൊന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറിയതാണ്. ധാരാളം ആളുകൾ ഇവിടെ കയറുന്നതും ഇതിൻ്റെ മുകളിൽ വന്നിട്ടൊക്കെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇതാണ് പള്ളി. ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് മഹാനായ അതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വലിയ മലയാണ് നാളെ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിലുണ്ടാകുന്ന ഉഹദ് പർവ്വതം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് നോക്കി, ഇവിടെ ഉഹദിലാണ് ഉഹദ് ഹാഷിക്കീങ്ങൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ
നാളെ സ്വർഗത്തിൻ്റെ നേതാവായിട്ട് ശുഹദാക്കളുടെ നേതാവായി ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏളാപ്പയായ ഹംസ റളിയല്ലാഹുവിനെ ആയിരിക്കുമെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ നമ്മയും അള്ളാഹു ഒരുപ്പിക്കുമാറാവട്ടെ. നമുക്ക് മാത്രമല്ല നമ്മൾക്കൊക്കെ ഇവിടെ വന്ന് കാണാനും അതുപോലെ ഇതൊക്കെ അനുഭവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഞങ്ങളെ നൂറ ബീബി സംഘം പരിശുദ്ധമാക്കപ്പെട്ട ഉംറയ്ക്ക് വേണ്ടി വന്ന് 10 ദിവസം മദീനയിൽ മക്കയിൽ ഞങ്ങൾ ചെലവഴിച്ചു. 9 ഉംറകളോളം നിർവഹിക്കുകയും അതേ പ്രകാരം തന്നെ മാത്രമല്ല അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ അൽഹംദുലില്ലാ റഹ്മത്തോടുകൂടി പൂർത്തിയാക്കി. ഹറമിൻ്റെ ഏറ്റവും അടുത്തായിരുന്നു ഞങ്ങൾക്ക് താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തി. അതേ പ്രകാരം തന്നെ മദീനയിൽ ഇൻഷാ അല്ലാഹ് 2 ദിവസമായി ഞങ്ങൾ എത്തിയിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉംറ സിയാറത്തുകൾ നിർവഹിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി ഞങ്ങൾ പല സ്ഥലങ്ങളിലും മസ്ജിദുൽ ഖുബ, മസ്ജിദുൽ ഖിബ്ലത്തൈനൊക്കെ ഞങ്ങൾ സിയാറത്ത് ചെയ്ത് നമ്മൾ നേരെ ഉഹദ് പർവ്വതത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഹംസ റളിയല്ലാഹുവിൻ്റെ മക്ബറിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ദുആ ചെയ്യാൻ സാധിച്ചു. അത് തന്നെ അൽഹംദുലില്ലാ ഒരു അള്ളാഹു ചെയ്തു തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഇനിയും നമുക്കിവിടെയൊക്കെ വരാനും ഒക്കെ കാണാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ മദീനയിൽ വരികയും എപ്പോൾ വന്നാലും ഉഹദിൽ വന്ന് തങ്ങൾ ഈ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിൽ